ഹലോ ഹായ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പോവുമായിട്ടാണ്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് പഠിച്ച ഈ ഒരു പോം അല്ലെ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അപ്പൊ ആദ്യമായിട്ട് പഠിച്ചൊരു പോയം എന്ന് പറയുമ്പോഴാണ് സാധാരണ നമ്മൾ പണ്ട് പഠിച്ചതൊക്കെയാണ് മറക്കുക. അപ്പൊ അവസാനം പഠിക്കുന്നതൊക്കെ നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്. എന്നാൽ ഇവിടെ SLC വിദ്യാർത്ഥികളായിട്ട് കഴിഞ്ഞ ദിവസം പോലും റിവിഷൻ ക്ലാസ്സിന് പോയ സമയത്ത് എല്ലാവർക്കും അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻട്രിയും ആദ്യത്തെ പോയൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ അവസാനത്തെ വാങ്കയും കാസ്റ്റവേയും അതുപോലെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ചോദിച്ചാൽ കാര്യമായിട്ട് ആർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള സ്നേക്ക് ആൻഡ് ദ മിററും അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻട്രി ഒക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അതെന്താ സംഭവം അറിയില്ല, നിങ്ങൾക്ക് അങ്ങനെയാണോ? ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഏതായാലും ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് അല്ലെ, വില്യം വേർഡ്സ്വർത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പോം ആയിരുന്നു ഏത്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സമ്മറി രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. The poem celebrates the beauty and harmony of nature, highlighting the peaceful coexistence of plants, birds and flowers. അപ്പൊ ഈ ഒരു പോയം സെലിബ്രേറ്റ് ചെയ്യുന്നത് ദ ബ്യൂട്ടി ആൻഡ് ഹാർമണി ഓഫ് നേച്ചർ ആണ്. പ്രകൃതിയുടെ ഭംഗിയും അതിന്റെ ആ ഒരു ഐക്യവും ഒക്കെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഹൈലൈറ്റിംഗ് ദ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ഓഫ് പ്ലാന്റ്സ്, ബേർഡ്സ് ആൻഡ് ഫ്ലവേഴ്സ്. പ്ലാന്റിന്റെയും അതുപോലെ ബേർഡ്സിന്റെയും അതുപോലെ ഫ്ലവേഴ്സിന്റെയും ഒക്കെ ഈ ഒരു നേച്ചറിലുള്ള ആ ഒരു കോഎക്സിസ്റ്റൻസ്, ആ ഒരു നിലനിൽപ്പ് എങ്ങനെയാ, പീസ്ഫുൾ ആയിട്ടുള്ള വളരെ സമാധാനപരമായിട്ടുള്ള അവരുടെ നിലനിൽപ്പിനെ കുറിച്ചിട്ട് ഈ ഒരു പോയം സംസാരിക്കുന്നുണ്ട്. While the poet finds joy in nature's sights and sounds, he feels sorrow when reflecting on human actions against nature and one another. ഒരേ സമയം പോയറ്റ് സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഇവിടെ പ്രകൃതിയിൽ. എങ്ങനെ? ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ്, പ്രകൃതിയിലുള്ള ആ ഒരു കാഴ്ചകളിലും സൗണ്ടിലും ഒക്കെ അദ്ദേഹം സന്തോഷം ഒരേ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിലും he feels sorrow, അദ്ദേഹത്തിന് ആകെ സങ്കടമാവാണ് എപ്പോ, when reflecting on human actions against nature and one another. ആ ഒരു മനുഷ്യൻ പ്രകൃതിയോടും മനുഷ്യനോടും ഒക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ആകെ സങ്കടമാണ്. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന പോയിറ്റിന് ആകെ സങ്കടമായി. Wordsworth emphasizes that coexistence is nature's plan and uses literary devices like personification, alliteration and imagery to convey his message. അങ്ങനെ വേർഡ്സ്വർത്ത് ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്നത് കോഎക്സിസ്റ്റൻസ് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ. പ്രകൃതി ഒരു ഹോളി പ്ലാൻ, ഒരു പുണ്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്താണത്? പ്രകൃതിയിൽ വളരെ ഐക്യത്തോടു കൂടി വളരെ കോഎക്സിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുക. എല്ലാവരും, മനുഷ്യനായാലും ശരി, മൃഗങ്ങളായാലും ശരി, അതുപോലെ ബേർഡ്സ് ആയാലും ശരി, ഫ്ലവേഴ്സ് ആയാലും ശരി, എന്തൊക്കെ ഈ പ്രകൃതിയിൽ ഉണ്ടോ അവിടെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള കോഎക്സിസ്റ്റൻസ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ വേർഡ്സ്വർത്ത് ഒരു ഹോളി പ്ലാനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതിനെതിരായിട്ടാണ് ആര് നിൽക്കുന്നത്? മനുഷ്യൻ നിലനിൽക്കുന്നത് എന്നും പറയുന്നു. The poem ends with a thought-provoking question about human cruelty. Have I not reason to lament what man has made of man? അതായത് ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റിനോട് കൂടിയിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമന്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ? മനുഷ്യൻ ഈ ചെയ്തു കൂട്ടുന്ന ക്രൂരതകളെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റേതായ കാരണങ്ങൾ കൊണ്ട് സങ്കടപ്പെട്ടുകൂടെ എന്ന് ആര് ചോദിക്കുകയാണ്? പോയിന്റ് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് നമുക്ക് എന്ത് പറയാം? നിങ്ങൾക്ക് സങ്കടപ്പെടാം, കാരണം മനുഷ്യന്മാര് പ്രകൃതിയോട് അത്രമാത്രം എന്ത് കാണിക്കുന്നുണ്ട്, ക്രൂരതകൾ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയം അവസാനിപ്പിക്കാം. അപ്പൊ ഈ ഒരു ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമന്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് പറയുന്ന റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി വെക്കാം. ഒന്നും കൂടി നമുക്ക് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ, പോയിന്റ് വൈസ് പോയി കഴിഞ്ഞാൽ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത് അല്ലെ, അപ്രിസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം. ഹി ഈസ് എ ഫേമസ് പോയറ്റ് ഓഫ് നേച്ചർ. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന പോയറ്റ് ഓഫ് നേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ദ പോം ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. ഈ ഒരു പോം നമുക്ക് കാണിച്ചു തരുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ ആണ്. ദ പോം ഈസ് എ ബ്യൂട്ടിഫുൾ വിഷ്വൽ ട്രീറ്റ്. കുറെ വിഷ്വൽ ഇമേജറീസ് തന്നുകൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഏത് പോം, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പോയം നമുക്ക് തരുന്നത്. ദ പോയറ്റ് സിറ്റ് ഇൻ എ ഗ്രോവ്. പോയറ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഒരു ഗ്രോവിലാണ്. He is happy with the sights and sounds. In the beginning he is very happy with the sights and sounds. അവിടുത്തെ കാഴ്ചകളിലും അവിടുത്തെ ശബ്ദങ്ങളിലും ഒക്കെ അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്. He also laments on what man has made of man. മനുഷ്യൻ എന്താണ് ഈ മനുഷ്യനോട് ചെയ്തു കൂട്ടുന്നത് എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സങ്കടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. He finds that everything in nature is happy. പ്രകൃതിയിലുള്ള എല്ലാം ഹാപ്പിയാണ്, മനുഷ്യനൊഴികെ ബാക്കി എല്ലാം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അവിടെ നിന്ന് മനസ്സിലാവുന്നു. ബട്ട് മാൻ ഡിസ്ട്രോയ്സ് നേച്ചർ. എന്നാൽ മനുഷ്യൻ പ്രകൃതിയെ എന്താ ചെയ്യുന്നത്? നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്.
The rhyme scheme of the poem is ABAB. അല്ലെ ഇക്കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചു റൈം സ്കീം ചോദിച്ചാൽ ലൈൻസിന്റെ റൈം സ്കീം ചോദിച്ചാൽ ABAB എന്ന് എഴുതി വെച്ചാൽ മതി. അവിടെ എയും ബിയും ഇട്ട് കളിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. The rhyming words are link, think, ran, man, etc. തുടങ്ങിയിട്ടുള്ള റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. The visual images are grove, birds, flowers തുടങ്ങിയിട്ടുള്ള വിഷ്വൽ ഇമേജറീസും അതുപോലെ തന്നെ ഓഡിറ്ററി ഇമേജസ് ആർ നോട്ട്സ്. ഒരു ഓഡിറ്ററി ഇമേജറി ആണ്. ഹോപ്ഡ്, പ്ലേഡ് ഒക്കെ ഒരു ഓഡിറ്ററി ഇമേജറി ആയിട്ട് നമുക്ക് എടുക്കാം. Personification is used in the poem. To her fair works did nature link. To her fair works did nature link എന്ന് പറയുന്ന വരി തന്നിട്ട് അത് ഏത് പോയറ്റിക് ഡിവൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ഏതാ എഴുതേണ്ടത്? പേഴ്സോണിഫിക്കേഷൻ ആണ് എന്ന് എഴുതി വെക്കണം. അതുപോലെ അലിട്രേഷൻ ഉപയോഗിച്ചത് കാണാം. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് പറയുന്ന വരിയിൽ മാൻ സൗണ്ട്, മെയ്ഡ് സൗണ്ട്, മാൻ സൗണ്ട് തുടങ്ങിയിട്ടുള്ള കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ വന്നതുകൊണ്ട് ആ വരി എന്തിനുള്ള എക്സാമ്പിൾ ആണ്? അലിട്രേഷനുള്ള എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാം. തീം നമ്മൾ നേരത്തെ പറഞ്ഞു, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ എന്നുള്ള തീമായിട്ട് എടുത്താൽ മതി. റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, അതുകൊണ്ട് പറയുന്നില്ല. നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ്, മൈൻഡ്, ആ രീതിയിൽ റൈമിംഗ് വേർഡ്സ് കിട്ടും. റൈം സ്കീം നമ്മൾ പറഞ്ഞു ABAB. ഇനി അതൊന്നും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ലൈൻസ് റിട്ടൺ ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? ABAB റൈം സ്കീം ആണെന്ന് എഴുതി വെക്കുക. ഹൈപ്പർബലെ ഉപയോഗിച്ചിട്ടുണ്ട്. I heard 1000 blended notes. ഇത്തവണത്തെ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. I heard 1000 blended notes എന്ന് പറയുന്ന വരി തന്നിട്ട് നമ്മൾ അത് ഏത് പോയറ്റിക് ഡിവൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർബോള എഴുതി വെക്കുക. ഇനി അതല്ലെങ്കിൽ ഹൈപ്പർബോള ഓപ്ഷനിലില്ല, ഓഡിറ്ററി ഇമേജറി ആണ് തന്നിട്ടില്ലെങ്കിൽ അത് എഴുതി വെക്കുക കേട്ടോ. അതേപോലെ അലിട്രേഷൻ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അതുപോലെ തന്നെ ദിസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ. ഫെയ്ത്തിലും ഫ്ലവറിലും ഫസ്റ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? അലിട്രേഷനുള്ള എക്സാമ്പിൾ ആണ്. പേഴ്സോണിഫിക്കേഷൻ പറഞ്ഞു. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യനുള്ള എക്സാമ്പിൾ ആണ്. ഓഡിറ്ററി ഇമേജറി ആയിട്ട് നമുക്ക് ഏത് പറയാം? I had 1000 blended notes പറയാം. വിഷ്വൽ ഇമേജറി നേരത്തെ പറഞ്ഞു, ഗ്രോവ്, പ്രിംറോസ്, പെരിവിങ്കിളും ഫ്ലവറും ഒക്കെ എന്താണ്? വിഷ്വൽ ഇമേജറിക്കുള്ള എക്സാമ്പിൾ ആണ്. അത്രയേ ഉള്ളൂ ഏത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോയം. അപ്പൊ ആ ഒരു പോയം ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യ പോയം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് മക്കളെ. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് വേള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.